അതെ അല്ല ഇത് തന്നെയാണോ സ്ഥലം നീ വെക്കണം? ഇത് തന്നെയാണോന്ന് വരാവോ? ജസ്റ്റ് ലൈക്ക് ഇൻ മൈ ഡ്രീംസ്. അതെ ഇതെങ്ങോട്ട് ഹെൽമെറ്റ് വെച്ച്? ബേബി ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഡോണ്ട് ഇന്റർവീൻ ഇൻ മൈ പേഴ്സണൽ തിങ്സ്. അതെ യു ആർ മൈ ഫസ്റ്റ് ഗേൾ ഫ്രണ്ട് ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. നിനക്കെന്ത് വട്ടാണോ? അല്ലെങ്കിൽ ഈ ഡ്രസ്സിങ് കുറച്ച് ഓവറാ, അതിൻ്റെ കൂടെ ഹെൽമെറ്റും കൂടെ. ബേബി നമ്മുടെ നാട്ടിൽ മുറിയെടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ബൈക്കും ഈ ഹെൽമെറ്റും വാടകയ്ക്ക് ഇടുന്നത്. എന്നെ കൊണ്ട് ഇത്രയും ദൂരം ഞാൻ വന്നത്. ഇവിടെ ആർക്കും എന്നെ മനസ്സിലാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ഹെൽമെറ്റ് ബുത്ത്. അതുമല്ല ഈ ഡ്രസ്സിങ് കണ്ടോ, മനസ്സിലായില്ല? ദിസ് ഈസ് ദി ലോക്കൽ ഡ്രസ്സിങ്. ഞാനൊരു വരുത്തനാണെന്ന് ഇവിടുത്തെ ഒരുത്തനും വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ലോക്കൽ ഡ്രസ്സിങ് പിടിച്ചിരിക്കുന്നത്. ഇതാകുമ്പോൾ ആർക്കൊരു സംശയം തോന്നില്ല. വാസ് മൈ ഐഡിയ ആൻഡ് അവർ കളർ ഇസ് ദ സെയിം ബിക്കോസ് വി ആർ മെയ്ഡ് ഇൻ ഹെവൻ. ഭയങ്കരം തന്നെ. നാട്ടിൽ റൂം എടുത്ത് നിനക്കെന്താ? ബേബി നിനക്ക് എൻ്റെ നാടിനെ പറ്റും അറിയാൻ മേലേണ്ട. എൻ്റെ അച്ഛനുണ്ടല്ലോ, പുള്ളി അവിടുത്തെ മെയിൻ കോൺട്രാക്ടറാണ്. അവിടുത്തെ സകലമാന ലോഡ്ജും എൻ്റെ അച്ഛൻ പണിതാണ്. അവിടെ ഉണ്ട്. അവിടെ എവിടെ ചെന്ന് താൻ തല പൊക്കിയാലും പുള്ളി എന്നെ പൊക്കും. അച്ഛൻ അറിഞ്ഞോണ്ടല്ലോ എൻ്റെ ചിറ്റപ്പൻ അറിയും. എൻ്റെ ചിറ്റപ്പനെങ്ങാനത് അറിഞ്ഞോണ്ടല്ലോ. അതെന്താന്നോ ബേബി, എൻ്റെ ചിറ്റപ്പൻ ബ്രഹ്മചാരിയാ, നിത്യ ബ്രഹ്മചാരി. ഒരു മാസത്തിൽ 4 ദിവസം അദ്ദേഹം പുറത്തിറങ്ങും. അതും ഏതോ താമരക്കുളത്തിനടുത്തുള്ള ഏതോ ഒരു കാവിൽ പോയി പൂജയ്ക്ക് വേണ്ടി മാത്രം. അല്ലാത്ത സകല ദിവസങ്ങളിലും അദ്ദേഹം കഠിന തപസ്സിലായിരിക്കും. അപ്പൊ പുള്ളിക്ക് പണിയൊന്നുമില്ലല്ലേ ബേബി? ഹരിതാത്തൊന്നും പറഞ്ഞ് ചിറ്റപ്പൻ്റെ ശാപം മേടിച്ച് കൂട്ടണ്ട കേട്ടോ. ദിവ്യനാ, മഹാദിവ്യൻ. നീ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അവിടെ അറിയും. അല്ല അപ്പൊ ഇന്ന് നിന്നെ വീട്ടിൽ കണ്ടില്ല, നിന്റെ ബ്രഹ്മചാരി ചിറ്റപ്പൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലേ? ഇല്ലല്ലോ, കാരണം ഈ മാസത്തെ പൂജയ്ക്ക് ചിറ്റപ്പൻ ഇന്നലെ പോയി. ഇനി 2 ദിവസം കഴിഞ്ഞ് വരും. അച്ഛനാണെങ്കിൽ പണ്ടും ഏതോ കള്ളമണലെടുത്ത് മറ്റേ ഉണ്ടാക്കിയ കെട്ടിടത്തിന് ചോർച്ചയാണെന്ന് പറഞ്ഞ് പുള്ളി അതപ്പം പോയി. പുള്ളി നാളെ വരുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ട് നോക്കുമ്പോഴും ആരുമില്ല. സുരേഷ് അല്ല, സുമേഷ്. ഫേക്ക് ഐഡി അല്ലേ? ബ്രില്യന്റ് തന്നെ. ഇത്രയും ബ്രില്യന്റ് ആയ ബോയ് ഫ്രണ്ട് എനിക്കിത് ആദ്യമാ. വാ ബേബി. അല്ല നീ അല്ലേ പറഞ്ഞു ഇതുവരെ വേറെ ബോയ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്? അപ്പൊ നിനക്ക് ഡൗട്ട് ആണല്ലേ? നോ, എനിക്ക് ഡൗട്ടൊന്നുമില്ല. ഐ ആം പ്രൗഡ് ഓഫ് യു. എനിക്കിതിന് വിശ്വാസമാണ്. പണങ്ങരുത്. അവനെ നിനക്കറിയോ? അവൻ ഹായ് പറഞ്ഞപ്പോ നീ ഹായ് പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞേ. സോ ലക്കി. ഇടിമിച്ച് വായിക്കുന്നേ പുറത്തു വെച്ചു. പുറത്തു വെച്ചേ. പൂമ്പെടുക്കാതാണ് എളുപ്പം. അവനെന്നെ അറിയോ? ആ നിന്റെ അമ്മയുടെ മോനല്ലേ? ബിജേഷോ? പോയി റൂം എടുക്കണോ? അതെ, നീ അല്ലേ പ്രായത്തിന് മൂത്ത്, നീ പോയി റൂം എടുക്കണം. പോയി റൂം എടുക്കണോ? ഹലോ സാർ, വെൽക്കം ടു ലോട്ടസ് പോണ്ടിൻ. വെൽക്കം. എന്താ വേണ്ടത്? അയ്യോ മാറിപ്പോയി സാർ, അതെൻ്റെ ജോലിയാണ്. അതിനുള്ള മറുപടി ആയിട്ട് സാർ ആരും കേട്ടാ വിശ്വസിക്കാത്ത ചില നുണകൾ എന്നോട് പറയണം. ഫസ്റ്റ് ടൈം ആണല്ലേ? ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ആ ഇപ്പൊ കറക്റ്റായി സാർ. ഇതുപോലുള്ള നുണകൾ വേണം സാർ പറയാനായിട്ട്. അതെ, ഒരു റൂം വേണം. സാർ എങ്ങനത്തെ റൂമാണ് സാർ വേണ്ടത്? ഡീലക്സ്, സൂപ്പർ ഡീലക്സ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ പൊന്ന് സാറേ, സാറിൻ്റെ ഒരു സെറ്റപ്പും നമ്മുടെ ലോഡ്ജിൻ്റെ സെറ്റപ്പൊക്കെ വെച്ചിട്ട് സാർ ചോദിച്ചത് ഇച്ചിരി അതിപ്രസന്നമായി പോയില്ലേ? ആണോ സാറേ? ഞാനേ കറങ്ങുന്നൊരു ഫാനും ഇളക്കമില്ലാത്തൊരു കട്ടിലും ഒരു ബാത്റൂമുള്ള റൂമൊക്കെ തരാം. അതേയുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോംപ്ലിമെൻ്റ് ആയിട്ടൊരു കൊതുകുതിരിയുള്ള തരാമോ? കൊതുകുതിരി വേണമല്ലേ? അങ്ങനെയാണെങ്കിൽ 202 തരാം. അതാകുമ്പോൾ ഇന്നലെ കത്തിച്ച കൊതുകുതിരി ബാക്കിയിരിപ്പുണ്ട്. സാറിന് കത്തിക്കോ പോക്കോ എന്താണെന്ന് വെച്ചാൽ മതി. ഡീൽ. 202 വേണ്ട, അവിടെ ഭയങ്കര ചൂടായിരിക്കും. ബേബി അതെനിക്ക് എങ്ങനെ അറിയാം? എന്റെ അലമ്മയുടെ മുകളിലേ അവള് മലേറിയ പിടിച്ചിരുന്നപ്പോ ഞാൻ അവൾക്ക് ഹോസ്പിറ്റലിൽ 202 മുറിയിലല്ലേ അവൾക്ക് കൂട്ടുകിടന്നത്. പക്ഷെ എന്തൊരു ചൂടായിരുന്നു അറിയാം, ഇപ്പോഴും മറന്നിട്ടില്ല അതൊന്നും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 201 തരാമോ? അയ്യോ 201 തരാൻ പറ്റില്ല സാർ. അത് നമ്മൾ ഈ ലോഡ്ജ് തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു കസ്റ്റമർ നോക്കും, പുള്ളിക്കാർ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 203. അതിന് വാദമില്ല സാർ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ തരാം. ഡോറില്ലാത്തതൊരു പ്രശ്നമാണ്.
അങ്ങനെയാണ് 204, 205 ഒത്താ. അയ്യോ അതൊക്കെ ഇനി പണിയണം സാർ. നമുക്ക് ഒരു നിലയിൽ ആകെ 3 റൂമേ ഉള്ളൂ. 202 മതി. മതി, 202 മതി. സാർ അങ്ങനെയാണെങ്കിൽ ID കാർഡ് ഒന്നും തരുന്നെങ്കിൽ. ID കാർഡോ? ID കാർഡ് തരാൻ പറ്റില്ല. അയ്യോ ID കാർഡ് ഇല്ലാതെ റൂം തരാൻ പറ്റത്തില്ല സാർ. സുരേഷ് ID കാർഡ് കൊടുക്കാതെ എങ്ങനെയാ? സുരേഷോ? ഞാൻ സുമേഷ് അല്ലേ? ആരാണോ പോയി സുരേഷ്? സാറേ സുരേഷ് ആയാലും സുമേഷ് ആയാലും ID കാർഡ് ഉണ്ടെങ്കിൽ റൂം തരാൻ പറ്റും. ഏതെങ്കിലും ഒരാൾ ID കാർഡ് പോലെ ഇവളുടെ അടുത്ത്. ചേച്ചിയുടെ ID കാർഡ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ബേബി യു എന്റെ സുരേഷ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്റെ ഇളയമ്മയുടെ മോള് മലേറിയ പിടിച്ച് കിടന്നപ്പോ 202 മുറിയിൽ കിടന്നേന്ന്. അപ്പൊ എന്റെ ID കാർഡ് ഇവരെ കാണില്ലേ? എന്റെ സുരേഷ് ഇത്ര ബ്രില്യന്റ് ആയി നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? എനിക്ക് മനസ്സിലായി. ഐ നോ യു. എനിക്ക് മനസ്സിലായി. ഇത്രയും ബ്രില്യൻ്റ് ആയ സാറിന് ആ ID കാർഡ് തന്നിട്ട് താക്കോലും വാങ്ങി റൂമിലോട്ട് വെച്ചൂടെ? ടൈം ഈസ് പ്രഷ്യസ് യു നോ. ഇതിലോട്ട് പേരും അഡ്രസ്സും ഒക്കെ കറക്റ്റായിട്ടൊന്ന് എഴുതിക്കും. പിന്നെ ഈ കാർഡിലുള്ളവനെ എഴുതണേ സാറേ, സുരേഷ് സാറേ. 201 BR ആചാരി, മോനെ വീട് മാന്യം കവലപ്പിയോ സ്വർഗം. ബേബി സി, എന്റെ അഡ്രസ് ഇവിടെ എഴുതിയിട്ട് ഏതോ ഒരുത്തിന് ഇവിടെ കളർ റൂം എടുത്തിരിക്കുന്നു. സാർ നമ്മൾ ഓൾഡ് കസ്റ്റമറാ. എന്റെ ദൈവമേ. സത്യം പറ, ഈ റൂം എടുത്തവൻ ഇപ്പൊ എവിടെയുണ്ട്? എന്തോ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. ഏട്ടോ, എന്റെ ഡ്രസ്സ് നീ വേറെ ആൾക്ക് ഫേക്ക് അടിക്കാൻ കൊടുക്കും. എന്നെ കൊണ്ട് നീ ഫേക്ക് ഡ്രസ് എഴുതിക്കില്ല അല്ലടാ. ഇവൻ എവിടെയുണ്ടോ പറ. എന്റെ പൊന്നു സാറേ, അത് ഫേക്ക് ഒന്നുമല്ല, അയാൾ ഒറിജിനൽ ഡ്രസ്സാണ്. നമ്മളെ സ്ഥിരം കസ്റ്റമർ അല്ലേ? എന്റെ വീട്ടുപേരിൽ ഇതുവരെ കളർ ഡ്രസ് എടുത്ത് നടന്നവനുണ്ടല്ലോ, അവനെ കാണിച്ചു തരുന്നത് ഇപ്പിടി ഞാൻ വിടത്തില്ല. ഞാൻ സുരേഷ് അല്ലി, സുരേഷ് അടി, കോണത്ത് വിട്ട് സുരേഷ്. And this is my family matter. You stay away. എനിക്ക് ഇവനെ കിട്ടണം. പറയടാ, ഈ ഡ്രസ് എഴുതി എവിടെയുണ്ട്? ഈ റൂം എടുത്തവനെ തരാതെ ഞാൻ നിന്നെ എടുത്തില്ലടാ. മാഡം ഒന്ന് പറ മാഡം. ഷർട്ട് കേറുന്ന ദാ വരുന്നു BR ആചാരി. എന്റെ ദൈവമേ, ഇന്ന് മൊത്തം കുളമാവും. എന്താണ് പ്രശ്നം? സാറേ, സാറിന്റെ അഡ്രസ്സും ഈ നിൽക്കുന്ന സാറിന്റെ അഡ്രസ്സും ഒരേ അഡ്രസ് ആണെന്നാണ് ഈ സാറ് പറയണത്. എന്റെ അഡ്രസ് ആരുടെ എന്തോന്ന് ഒന്ന് പോണാക്കെ അവിടുന്ന്. എന്റെ പൊന്നെ, പെട്ടെന്ന് ഞാൻ ദോഷം വന്നു. തീരുമാനമോ സാറല്ലേ സാറേ പറഞ്ഞ സാറിന്റെ അഡ്രസ് ആണ് ഈ സാറിന്റെ അഡ്രസ് ഒന്ന്, എന്നിട്ട് പറഞ്ഞിട്ട് എന്റെ കുത്തിരി കയറി പിടിച്ചത്. പിന്നെ സാറിപ്പോ എല്ലാം പറഞ്ഞു പോയി. അതിനെനിക്ക് അഡ്രസ് പോലും ഇല്ലല്ലോ. എനിക്ക് അവിടുന്ന് കണ്ടപ്പോഴേ തോന്നി എനിക്ക് അഡ്രസ് ഇല്ലാന്ന്. അവന്റെ ഒരു വക ടീഷർട്ടും ഒരു മുണ്ടും ആസ്ഥാനത്ത് ഒരു ഹെൽമെറ്റും അല്ലേ പൂജ? യെസ് ബേബി, യെസ്, വെരി കോമഡി. ഇവൻ മാത്രല്ല, ഇവരുടെ കുടുംബക്കാർ മൊത്ത കളമാരാ. എന്ത് ചെയ്യാ സാറേ, അതെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ സാറ് വന്നപ്പോഴേ ഇവിടെ കിടന്ന് തപ്പലായിരുന്നു. ഈ അഡ്രസ് ഫേക്ക് ആണെന്നും സാറ് കള്ളനാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് മൊത്തം ബഹളമായിരുന്നു. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സത്യാവസ്ഥ എനിക്കൊന്നും അറിയണല്ലോ. ഇത് ഈ കള്ളന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അവന്മാരെന്തെങ്കിലും ചെയ്തിട്ട് വേറെ ആൾക്കാരെ തടയില്ല. തിരിഞ്ഞു നോക്കടാ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കടാ. എന്താടാ പേര്? ചോദിച്ചിട്ടില്ലേ എന്താ പേര്? എന്റെ അച്ഛൻ്റെ ഒരു ക്രിസ്റ്റഫർ ഒന്നുമല്ല. എന്റെ അച്ഛൻ്റെ എനിക്ക് അറിഞ്ഞൂടാ. എക്സ്ക്യൂസ് മീ, എന്റെ അച്ഛന്റെ പേരാണ് ക്രിസ്റ്റഫർ. ഞാൻ പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞത്. കറക്റ്റില്ലേ? അച്ഛന്റെ പേര് ക്രിസ്റ്റഫർ അല്ല, എന്റെ പേര്. ആദ്യം പറഞ്ഞു സുരേഷാണ്, പിന്നെ പറഞ്ഞു സുമേഷ് എന്ന് മാറ്റിന്ന്, പിന്നെ പറഞ്ഞു ക്രിസ്റ്റഫർ, പിന്നെ പറഞ്ഞു ഇവന്റെ അച്ഛന്റെ പേര് ക്രിസ്റ്റഫർ. ഷോ, എന്റെ അച്ഛനാണ് ക്രിസ്റ്റഫർ. നീ ആ ഹെൽമെറ്റ് ഊരടാ. ഞാൻ ഹെൽമെറ്റ് ഊരടാ, നിന്റെ കള്ളത്തരം പൊളിക്കണ ഊരി. ഹെൽമെറ്റ് ഒന്നും പൊളിയല്ല സാറേ. ഇവിടെ ആകെ പൊളിയാണ് 203 ആദ്യം മാത്രമാണ്. അത് പണ്ടേ പൊളിയതാ. സാർ പൊക്ക് സാറേ, പൊക്ക് സാറേ. അവന്റെ ഹെൽമെറ്റ് തെളിയിട്ട് അവന്റെ ഐഡന്റിറ്റി തരാനാണെങ്കിൽ ID കാർഡ് നോക്കിയാ പോരെ? വേണ്ട, ഞാൻ പറഞ്ഞേക്കാം. ശരി, ഈ കോണത്ത് വീട്ടിലെ ആചാര്യയാണോ നീ വെല്ലുവിളിക്കാൻ പോകുന്നത്? ഇവനക്ക് ഒരു ID കാർഡ് വേണ്ട, ഞാൻ ഇവന്റെ ഹെൽമെറ്റ് വെക്കും. സുരേഷ് രാജൻ എസ്, കോണോത്ത് വീട്, മാന്യം കമല PO, സ്വർഗം.
താമരക്കുളം പൂജ ഒരു കയ്യപ്പത്തം. എല്ലാ മാസം ഓരോന്നല്ലേ മനസ്സിലായി. ഏട്ടനറിഞ്ഞ അച്ഛനോ? പിന്നെ ഹെൽമെറ്റ് വെക്കേണ്ട വരില്ല. അതെന്താ? തലയില്ലാതെ ഹെൽമെറ്റ് വെച്ച് ഇരിക്കൂല ചിറ്റപ്പ. അമ്മേ, എന്റെ തല, എന്റെ ബ്രഹ്മചര്യം. ഞാനായിട്ട് പറയില്ല. പറയാൻ പറ്റില്ലല്ലോ, ഞാനായിട്ടും പറയില്ല. സാറേ, സാറിന്റെ അതേ അഡ്രസ്സുള്ള സാറാണ് ഈ സാർ. സാറിന്റെ അഡ്രസ്സ് എങ്ങനെയാണ് സാറിന്റെ അഡ്രസ്സ് ആയതെന്ന് സാറിനോട് തന്നെ ചോദിച്ചു നോക്കിയാൽ പോരെ സാറേ? ചിറ്റപ്പന സുരമോൻ ഏട്ടന്റെ മോനാ. അബദ്ധായിരുന്നു. വല്യമ്മയും പറയായിരുന്നു. അപ്പൊ ഇതാണോ നിന്റെ ബ്രഹ്മചാരി ചിറ്റപ്പൻ? സിസ്റ്റർ സിസ്റ്റർ ബേബി മൈ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ബ്രഹ്മചാരി ചിറ്റപ്പനും കൊച്ചവനും കൂടെ അങ്ങോട്ട് ആഘോഷം മതി. ബ്രഹ്മചാരി സീസണൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പൂജ വരെ വിചാരിക്കുന്ന പോലെ അവന്റെ ഒരു ബിയോറാചാരി. പോക്കോണം നിന്റെ. അവരൊക്കെ പോയ സ്ഥിതിക്ക് എന്നാ പിന്നെ നിങ്ങൾക്ക് രണ്ടോടെ കൂടെ 201 അഡ്ജസ്റ്റ് ചെയ്തുകൂടി. തീരുമാനം ഒന്നും പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വാതിൽ നന്നാക്കാൻ പോകണം. രാജൻ കോൺട്രാക്ടർ ഇപ്പം വാതിൽ നന്നാക്കാൻ ആളെ കൊണ്ടുവരും. ആര്? രാജൻ കോൺട്രാക്ടർ. രാജൻ കോൺട്രാക്ടർ. അഡ്രസ് എന്ന് പറഞ്ഞു. എനിക്കറിയാം, എനിക്കറിയാം. രാജൻ കോൺട്രാക്ടർ, കോണോത്ത് വീട്, ആ കൊണത്ത് വീട്, കൊണത്ത് വീട്. മാനിയങ്കവലപ്പിയോ. ആ അത് തന്നെ, സ്വർഗം. അച്ഛൻ എന്റെ ഏട്ടൻ. അയ്യോ അച്ഛൻ തല. അമ്മച്ചേ പോവാൻ നോക്ക്.